കണ്ണൂർ പഴയങ്ങാടിയിലെ അടുത്തുള്ള വയലപ്പുറ സ്വദേശിനി റീമയും കുട്ടിയും ആത്മഹത്യ ചെയ്തു. ഭർത്തൃപീഡനവും ഭർത്താവിൻ്റെ അമ്മയുടെ പീഡനവുമാണ് കാരണം. 2015 വിവാഹം കഴിച്ച ആളാണ് എമ്മി റീമ എന്ന പഴയങ്ങാടിക്കാരി. ഭർത്താവ് കമൽരാജാണ്. അയാൾക്ക് വിദേശത്ത് ജോലിയുണ്ട്. ഇവർ ഭർത്താവുമായിട്ട് ചില സ്വരച്ചർച്ചകളുണ്ടായി. അതിനുശേഷം ഇവർ 1 വർഷമായി ഇവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗാർഹിക പീഡനത്തിന് ഒരു പരാതി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊടുത്തിരുന്നു ഭർത്താവിനെതിരായിട്ട്. ഭർത്താവ് കമൽരാജ് വിദേശത്ത് ജോലിയാണ്. ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 1.5-2 വയസ്സേ ഉള്ളൂ. കൃഷിവരാജ് എന്നാണ് കൊച്ചിൻ്റെ പേര്. കഴിഞ്ഞ ദിവസം റീമയും കുട്ടിയും ശനിയാഴ്ച രാത്രി 12:30-ക്ക് ശേഷം അവരെ വേങ്ങര ചെമ്പല്ലിക്കുണ്ട് പുഴയോരത്തിനടുത്ത് കാണപ്പെട്ടു. ഇവരവിടെ സ്കൂട്ടറിലെത്തി വീട്ടിൽ നിന്ന്. ശനിയാഴ്ച ഇവരുടെ മാതാപിതാക്കൾ 2ാം നിലയിൽ ഉറങ്ങാൻ പോയി. അതിനുശേഷം 12:30 മണിയോടുകൂടി ഇവർ വീട്ടിൽ നിന്ന് കുട്ടിയെ എടുത്ത് ഇറങ്ങി. 2.5-3 വയസ്സുള്ള കുട്ടിയാണ്. അതിനടുത്ത് ഇവർ 2 വീലറിൽ വേങ്ങര ചെമ്പല്ലിക്കുണ്ടിലെത്തി. അതിനുശേഷം അവിടെയുള്ള ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കുട്ടിയായിട്ട് വന്നു. ഇത് കണ്ട് അവിടെ പാലത്തിൻ്റെ മുകളിലേക്ക് വന്ന ഒരാൾ സംശയം തോന്നി ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ ഇവർ കുട്ടിയുമായിട്ട് പുഴയിലേക്ക് എടുത്ത് ചാടി. പാലത്തിൽ നിന്നുള്ള ചാട്ടം തടുക്കാനായിട്ട് അയാൾക്ക് കഴിഞ്ഞില്ല. അടുത്ത് ചെല്ലുമ്പം തന്നെ അവർ ചാടിക്കഴിഞ്ഞു. ശനിയാഴ്ച രാത്രി 12:30-1 മണിക്കാണ് സംഭവം. അപ്പോൾ തന്നെ അയാൾ പോലീസിനെ അറിയിച്ചു. കണ്ണപുരം പോലീസ് സ്ഥലത്ത് വന്നു. അതുപോലെ തന്നെ ഫയർഫോഴ്സ് എത്തി. രാത്രി മുഴുവൻ തപ്പി. 2 പേരെയും കിട്ടിയില്ല. ഇന്നലെ ഞായറാഴ്ച വെളുപ്പിന് 8:30 മണിയോടുകൂടി അമ്മയുടെ റീമയുടെ മൃതദേഹം കിട്ടി. റീമയ്ക്ക് 30 വയസ്സ് പ്രായമുണ്ട്. 2015 അവരുടെ വിവാഹം നടന്നത്. അതിനുശേഷം ഭർത്താവുമായിട്ട് കമൽരാജുമായിട്ട് വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അയാൾക്ക് വിദേശത്ത് ജോലിയുണ്ട്, പോയി വരും. അല്പം ജോലി ഉണ്ടായിരുന്നു ഇവർക്ക് നേരത്തെ. അവിടെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇവർ ഭർത്താവുമായിട്ട് തെന്നിക്കഴിഞ്ഞപ്പം വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ജോലി ലഭിക്കുകയും ചെയ്തു. ഇവർ വിദേശത്ത് പോയി കഴിഞ്ഞപ്പം റീമയുടെ ഭർത്താവ് കമൽരാജ് ഇവരെ ഭീഷണിപ്പെടുത്തി. നാട്ടിലെ കുട്ടിയുണ്ട്, ഇവർ തനിച്ചാണ് വിദേശത്ത് പോയത്, കുട്ടിയെ അയാൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് റീമ വിദേശത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് മടങ്ങി വീട്ടിലെത്തി. അതിനുശേഷം ഭർത്താവിൻ്റെയും അമ്മയുടെയും പീഡനം കാരണം അവരുടെ വീട്ടിലേക്ക് കഴിഞ്ഞ 1.5 വർഷമായി അവരുടെ വീട്ടിൽ തന്നെയാണ്. ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. മൊബൈലിലും അവർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീമ ഭർത്തൃ വീട്ടുകാരുടെ ശല്യം സഹിക്കാതെ ഭർത്താവിൻ്റെ അമ്മയുടെ ശല്യം സഹിക്കാതെ ഭർത്താവിൻ്റെ ഉത്തരവും കാരണം ആത്മഹത്യ ചെയ്തു എന്നാണ് വരുന്നത്. ഞായറാഴ്ച ഇന്നലെ രാവിലെ റീമയുടെ മൃതദേഹം കിട്ടിയെങ്കിലും കുട്ടിയുടെ മൃതദേഹം കിട്ടിയില്ല. പാലത്തിൽ നിന്ന് ചാടുമ്പോൾ ആ കുട്ടിയെ അവർ ശരീരത്തിൽ ചേർത്ത് കെട്ടിയിരുന്നു. അതുകൊണ്ടാണ് ആ പാലത്തിലൂടെ വന്നയാൾക്ക് സംശയം തോന്നാൻ അയാൾ പെട്ടെന്ന് ഓടി അടുത്തെത്തിയപ്പോൾ ഇവർ ചാടിക്കഴിഞ്ഞു. കൊച്ചിൻ്റെ മൃതദേഹം ഇന്നലെ വൈകിട്ട് വരെ കിട്ടിയിട്ടില്ല. ഏതായാലും ഉടനെ അത് ലഭിക്കും എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 2-3 ദിവസങ്ങളായി കേരളത്തിലെ പെൺകുട്ടികൾ വിവാഹം കഴിച്ച ശേഷം ഭർത്താവിൻ്റെ വീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ
2-3 ആത്മഹത്യകൾ നമ്മൾ എല്ലാവരും കണ്ടു. അത് വിവഞ്ചികയുടെ ഷാർജയിലുള്ള ആത്മഹത്യ അതിദാരുണമായ ഒരു ആത്മഹത്യയായിരുന്നു. അതേപ്പറ്റി വളരെയധികം ചർച്ചകളുണ്ടായി കേരളത്തിൽ. തൊട്ടുപുറകെ അതുല്യയുടെ മരണം കണ്ടു ഷാർജയിൽ തന്നെ. ആ 2 പെൺകുട്ടികൾ ഇവിടെ ആത്മഹത്യക്ക് മുമ്പ് അവർ അതിനുള്ള കാരണം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഏതായാലും വിവഞ്ചികയുടെ അമ്മ കുണ്ടറയിൽ നിന്ന് അവർ ഷാർജയിലെത്തി. വിവഞ്ചികയും കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ കരുതി. നടന്നില്ല. വിവഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്ന് കരുതുന്നു. കുട്ടിയുടെ മൃതദേഹം പിതാവിനാണ് അതിന് അവകാശം എന്നാണ് അവിടുത്തെ കോടതി പറഞ്ഞത്. അതുകൊണ്ട് പിതാവിൻ്റെ ഇംഗിതമനുസരിച്ച് കുട്ടിയെ അവിടെ തന്നെ സംസ്കരിക്കും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അതൊരു മർഡറാണോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സംശയം നിലനിൽക്കുകയാണ്. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കേരളത്തിൽ നടത്തിയെങ്കിലേ നമുക്ക് അതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ആ അമ്മ അവിടെ ഉള്ളതുകൊണ്ട് മകളുടെ മൃതദേഹമായിട്ട് വരും നാട്ടിലെ. അതിനെ സംബന്ധിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തും. മകളുടെ ദേഹത്ത് പാടുകൾ ധാരാളമുണ്ട്. അവരെ ഉപദ്രവിച്ചിരുന്നു ഭർത്താവ്. അത് തന്നെയല്ല, ആത്മഹത്യക്കുള്ള പ്രേരക ഘടകം ഭർത്താവ് തന്നെയാണ്. 10 വർഷം വരെയുള്ള ശിക്ഷ അനുഭവിക്കാനുണ്ട്. അതുകൊണ്ട് നാട്ടിൽ അതിൻ്റെ പ്രോസിക്യൂഷൻ നടക്കും. എങ്കിലും ആ ഷാർജയിലെ നിയമം അനുസരിച്ച് അവിടെയുള്ള നടപടിക്രമങ്ങൾ നടന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ആ വിവഞ്ചിയുടെ ഭർത്താവിനെ പ്രോസിക്യൂഷന് കേരളത്തിൽ ലഭിക്കാനായിട്ട് കാലതാമസം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് അതുല്യയുടെ മരണം നമ്മൾ കണ്ടു. ഒരു സൈക്കോപ്പതാണ് ഭർത്താവ്, അതിന് യാതൊരു സംശയമില്ല. അതുല്യയെ ഒരു മർഡറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി മരിക്കാൻ ഭയമാണ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. അവർ മരിക്കാൻ തയ്യാറല്ല, പേടിയാണ് മരിക്കാൻ എന്നവർ കരഞ്ഞുകൊണ്ട് പറയുന്ന ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതുല്യയുടെ സഹോദരി അടുത്ത് താമസിക്കുന്നുണ്ട്. സഹോദരിക്ക് ഭർത്താവ് ഉപദ്രവിക്കുന്ന വിവരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് ഒരു മദ്യപാനിയാണ്. അയാൾ നല്ല കുടിയനാണ്. അയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്. അയാൾ ഒരു സൈക്കോപ്പതാണ്. കാരണം ഭീകരമായി ക്രൂരമായി ഭാര്യയെ മർദ്ദിക്കും. കുറച്ച് കഴിയുമ്പോൾ ഭാര്യയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കും. വീണ്ടും അയാൾ മദ്യപിച്ച് കഴിയും, വീണ്ടും ആ ലെവലിൽ വരും. ഇത് സർവ്വസാധാരണമാണ് അയാളുടെ സ്വഭാവത്തിൽ. അയാൾ ഒരു സൈക്കോപ്പതിക്കാണ്. അയാളെ തീർച്ചയായിട്ടും നാട്ടിലെ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യണം. അതുല്യയുടെ മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെ. അതൊരു മർഡറാണോ ഇല്ലെന്ന് സംശയിക്കാൻ കാരണം വളരെ ആവശ്യമായി ദേഹം മുഴുവൻ പരിക്കേറ്റ് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് ദൃശ്യത്തിൽ. അവരുടെ കരഞ്ഞുകൊണ്ടുള്ള ശബ്ദം കേൾക്കാം, വളരെ മൈൽഡായ ശബ്ദം. അവർ തീർച്ചയായും അവശയാണ്. ആ കണ്ടീഷനിൽ ഭർത്താവ് സൈക്കോപ്പതാണ്, അയാൾക്ക് വേണേൽ ഇവരെ കെട്ടിത്തൂക്കാം. അത് ഒരു ആത്മഹത്യയുടെ സിംറ്റം എല്ലാം കൃത്യമായിട്ട് കാണിക്കും. ഇവർക്ക് ജീവനുണ്ടല്ലോ. അവർ ആത്മഹത്യ ചെയ്യില്ല, എനിക്ക് പേടിയാണ് എന്ന് പറയുന്ന വാക്കും നമ്മൾ കേട്ടു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ആത്മഹത്യയുടെ സിംറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവശയായി കിടക്കുന്ന ഒരാളെ, കോമ സ്റ്റേജ് പോലെ കിടക്കുന്ന ഒരാളെ കെട്ടിത്തൂക്കിയാൽ ആത്മഹത്യയുടെ എല്ലാ സിംറ്റംസും വരും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഗൾഫ് നാട്ടിലെ നിയമ സംഹിത അനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, ഭാര്യയും ഭർത്താവും ഇന്ത്യക്കാരായതുകൊണ്ട് അത് ഇവിടുത്തെ നിയമം അനുസരിച്ച് നടപടികൾ എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഏതായാലും കുണ്ടറ പോലീസ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് എടുത്തിരിക്കുന്നത് മർഡർ കേസിലാണ്. 302 എന്ന ഇന്ത്യൻ IPC അല്ലെങ്കിൽ പുതിയ BNS ആ വകുപ്പ് പ്രകാരം കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് FIR കൊടുത്തിരിക്കുന്ന, അമ്മ മൊഴി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 3ാമത് അതേ ഗണത്തിൽ റീമ
കണ്ണൂര് ആ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്ന കുട്ടിയുമായിട്ട് ഭർത്തൃപീഡനം തന്നെ. തൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നീ ചത്താലും വേണ്ടില്ല എന്ന് അയാൾ പറഞ്ഞതായിട്ട് വരുന്നുണ്ട് വിവരങ്ങൾ. അയാൾ വിദേശത്താണ്. വിദേശത്ത് ഉള്ള ആള് ഇവിടെ നാട്ടിൽ അയാൾ വരുമ്പോൾ ഇവരെ പീഡിപ്പിക്കുകയും അയാളുടെ അമ്മ ഇവരെ വളരെ അധികം പീഡനത്തിന് വിധേയമാക്കി എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ദേഹത്തൊക്കെ പാടുകളുണ്ടോ ഇല്ലയോ നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ അത് അറിയാനൊക്കെ ഉള്ളൂ. ഇന്ന് പോസ്റ്റ്മോർട്ടം നടന്നേക്കും. കുട്ടിയുടെ മൃതദേഹം കൂടെ കിട്ടാനുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കുട്ടി മരിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും റീമയുടെ പിതാവ് പുന്നപ്പട മോഹനൻ, ഭാര്യ രമ്യയും അവരുടെ സഹോദരി രമ്യയും പറയുന്നത് ഇത് അവൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അത് ഭർതൃപീഡനവും അതോടൊപ്പം ഭർത്താവിൻ്റെ അമ്മയുടെ പീഡനവും കൊണ്ടാണ്. അത് അവർ കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ്. അത് കൊണ്ട് നിയമപരമായിട്ട് നോക്കുമ്പം അവരെ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം, ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം ഭർത്താവിൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.